നമസ്കാരം, ശ്രീരാമാണ്. എസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് നമ്മുടെ പോപ്പുലർ ട്രൂ വാല്യൂ നല്ലളം ഷോറൂമിലാണ്. ഇവിടെ ആക്ച്വലി ഒരു കസ്റ്റമർ മീറ്റപ്പ് ആൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കവറപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ജസ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, ഓൾറെഡി വണ്ടി വാങ്ങിയ ആളുകളാണ്. അപ്പോൾ ആളുകളുമായിട്ടൊന്ന് ജസ്റ്റ് നമുക്ക് സംസാരിക്കാം. ഇവരുടെ സർവീസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇവരുടെ ഡീലിങ്സ് എങ്ങനെയാണ്, ഒരു ഹാപ്പിയാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്നുകൂടിയാണ് എൻ്റെ ഉദ്ദേശം. അപ്പം വീഡിയോയ്ക്ക് പോകുന്നത് മുൻപായിട്ട് ജസ്റ്റ് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് സർവീസ് ആവുന്നുള്ളൂ. അപ്പോൾ ആളെ ഒരു അനുഭവം, ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ടൈം കിട്ടാത്തതുകൊണ്ടാണ് വിളിക്കാത്തത്. അപ്പോൾ ജസ്റ്റ് ഒരു അനുഭവം, ഡെലിവറി എടുത്ത അനുഭവമാണ്. ബുക്കിംഗ് എടുത്ത ഒരു അനുഭവം പറയും. അതിന് ചെയ്യാനുണ്ടാവും. ഡെലിവറി എടുത്തിട്ട് ഒരു നാളത്തേക്ക് 60 ദിവസമാവും. ഡെലിവറി എടുത്ത നല്ലൊരു ഫീലിംഗ് ആണ് എനിക്ക് വേണ്ടി കിട്ടിയത്. നല്ല വണ്ടി എടുത്തു. വണ്ടിൻ്റെ നമ്മളെ പിക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാ ചോദിച്ചാൽ പെടാൻ വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. ഉഷാറാണ്. നല്ലൊരു കാരണം ഈ 60 ദിവസം ഒരു 4-5 പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സർവീസിൻ്റെ എത്ര പ്രൊവൈഡ് നല്ലൊരു ഞാൻ ഇതുവരെ ഒരു കാലം 3-4 വണ്ടി എടുത്ത് ഉപയോഗിച്ച ഒരാളാണ്. അപ്പോഴാണ് ഞാൻ സ്വകാര്യത്തിലേക്ക് വന്നത്. ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു പാർട്ട്ണറാണ് ജംഷിക്ക. അപ്പോൾ ജംഷിക്കക്ക് വേണ്ടിയിട്ടാണ് വണ്ടി. അപ്പോൾ ആൾ കുറേ കാലമായിട്ട് ഓട്ടോമാറ്റിക് തിരഞ്ഞെടുത്തത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടോമാറ്റിക് ഇപ്പോൾ കേട്ടതാണ്. കിട്ടിയപ്പോൾ യൂസ് ചെയ്യാൻ നോക്കാൻ വന്നു. ക്യാമറയൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ക്യാമറയൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ നോക്കി ഇഷ്ടമായി. അപ്പോൾ ഞാൻ വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. പെട്ടെന്ന് നോക്കി നോക്കിയതിന് ശേഷമാണ് കാര്യം കസ്റ്റമർ വന്ന് വണ്ടികൾ കണ്ട് നല്ല സർവീസാണ്. അവിടെ വന്ന് അവർ എല്ലാവരും എല്ലാ കാര്യങ്ങളൊക്കെ പറയാനും ആക്റ്റീവായിട്ടാണ്. ചില സ്ഥലത്തെ കുട്ടിക്ക് ചില ആൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ കസ്റ്റമേഴ്സ് വരും. അപ്പോൾ ചില ആൾക്കാർ വരുന്നത് വണ്ടി വന്ന് നോക്കാൻ പറ്റുന്ന ആൾക്കാർ, ചില ആൾക്കാർ നല്ല രീതിയിൽ അത്യാവശ്യം കസ്റ്റമറെ കണ്ടാൽ നല്ല കസ്റ്റമറായിട്ട് തോന്നും. അത്യാവശ്യം നല്ല കടയായിട്ട് വരുന്ന ആൾക്കാർ. ചില ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ആളുകളെ വേറെ രീതിയിൽ സാധാരണക്കാരായി നിൽക്കുന്ന വേറെ രീതിയിലൊക്കെ കാണുന്ന ഷോറൂമുകളുണ്ട് ഞാൻ പറയും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ എല്ലാവരും ഒരേപോലെ അവരെ കൂട്ടിപ്പോയി വണ്ടി ഏതാണോ വണ്ടി അവരുടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് മേലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു നന്ദി അറിയിക്കാം. അപ്പോൾ പിന്നെ ഈ വണ്ടിയുടെ കാര്യമാണ്. വണ്ടിയുടെ കാര്യം വണ്ടി ഡെലിവറി ആയതിനു ശേഷമാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഓക്കെയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ എന്തായാലും ഉഷാറാവട്ടെ. അപ്പോൾ വീക്കലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് ആള് ഫസ്റ്റ് തന്നെ പറഞ്ഞതായിരുന്നു മുഞ്ചില്ല വീക്കപ്പിൻ്റെ അതൊരു പരിഗണനയിലൂടെ അല്ലേ. എന്നാ ശരി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാര്യമായിട്ടൊന്നും പറയല്ലേ. നമ്മൾ ഡെലിവറി എടുക്കാൻ വന്നപ്പോൾ അന്ന് വണ്ടി കാണാൻ വന്നപ്പോൾ ഒരു അനുഭവം പറയാച്ചാല് നമ്മളെ വിജിത്തേട്ടൻ വിടാതെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഫസ്റ്റ് ദിവസം വന്നപ്പോൾ തന്നെ നമ്മളൊരു മാനേജർ റൈറ്റിൽ നോക്കാതെ നമ്മളങ്ങ് പോയത്.
പിന്നെ മൂപ്പര് വിളിച്ച് അങ്ങനെ ഒന്ന് പോയി എന്തായാലും വേണ്ടിയിട്ട് അവിടെ ഒന്ന് എടുത്ത് കാര്യങ്ങൾ ഓഫറും കാര്യങ്ങളൊക്കെ തരാന്നൊക്കെ പറഞ്ഞേ പോയി നോക്കട്ടെ. ഡെലിവറി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സെറ്റാക്കാം. എന്തായാലും ഇതുവരെയുള്ളതൊക്കെ മൂപ്പര് പറഞ്ഞ മാതിരി എല്ലാം ഓക്കെ ആണ്. ബാക്കി വേണ്ടി കൊടുത്തിട്ടുള്ള ഫീഡ്ബാക്ക് പിന്നെ അടുത്ത തന്നെ മൂപ്പര് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മളെ ഫീഡ്ബാക്ക്. നമ്മളൊരു കസ്റ്റമർ രീതിയിലല്ല, നമ്മൾ ചില കസ്റ്റമറായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചില കസ്റ്റമറായിട്ട് നമുക്ക് പെട്ടെന്ന് പഞ്ച് തോന്നും. അപ്പൊ കുറെ സംസാരിക്കും. നമ്മളെ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കസ്റ്റമർ മാക്സിമം റേറ്റ് കുറയ്ക്കാനും നോക്കും, നമ്മൾ ആ കസ്റ്റമർക്ക് വണ്ടി കൊടുക്കാനും നോക്കും. അത് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം സംസാരിക്കും. പക്ഷെ നമ്മൾ എന്ത് പറയുകയാണെങ്കിലും ആ ആള് ആ സെൻസിലും നമ്മൾ കസ്റ്റമർ സെൻസിലും കൂടി എടുക്കുമ്പോഴാണ് ബിസിനസ് നടക്കുക. അപ്പൊ ആളിനോട് കുറെ നേരം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആള് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. 5 മിനിറ്റ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക, സംസാരിക്കാം. നമസ്കാരം. ഞാൻ അത്രയും സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. എന്നാലും മേളക്ക് പോയപ്പോൾ കാര്യങ്ങളും മറ്റൊക്കെ ചോദിച്ച് കുറെ ആളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടനും കുറെ സംസാരിച്ചിട്ടുണ്ട്. വേറൊരു വണ്ടി ഞങ്ങൾ ഫസ്റ്റ് നോക്കിയത് റേറ്റിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം. അപ്പോൾ പിറ്റേന്ന് ഞങ്ങൾ പോയപ്പോൾ എനിക്ക് വണ്ടി മറ്റുള്ള ബുക്കായി പറഞ്ഞു. അങ്ങനെ പിന്നെ പിറ്റേന്ന് ഞാൻ കഴിഞ്ഞ ബാക്കിയുള്ളവർ വന്നിട്ട് ഡെലിവറി എടുക്കാൻ വന്ന വണ്ടി നോക്കി റീസണബിളായ റേറ്റിന് കിട്ടിയപ്പോൾ നമ്മൾ ഓക്കെ ആക്കി. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഡെലിവറി കൂടെ വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ നേരത്തെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്കൊക്കെ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. എടുത്തതിന് ശേഷമുള്ള കസ്റ്റമർ ഫീഡ്ബാക്ക് നമ്മൾ ആദ്യം ചെയ്യും. നമ്മളൊരു അനുഭവം പറയാം. പ്ലസ് ആണെങ്കിലും മൈനസ് ആണ്. ഞാൻ പിന്നെ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ എന്താക്കിയിട്ടുണ്ട്. പിന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ട്രൂവാലിൻ്റെ തന്നെ ഒരു ഒട്ടുമിക്ക ഷോറൂമുകളിലും പോയിട്ടുണ്ട്. മറ്റുള്ള സെക്കൻഡ് ഷോപ്പുകളിലും പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ പിന്നെ ഇവിടെ വന്നപ്പം പിന്നെ നമ്മൾ ഉറപ്പിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഫൈസലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ സപ്പോർട്ടും കാര്യങ്ങളും പിന്നെ ഒരു നമ്മുടെ രാമനാട്ട് വെച്ചിട്ടൊരു പ്രശ്നം അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ എത്തിയിട്ടാണ് എന്താക്കി വണ്ടി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽപ്പെട്ട ഒരു വണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ തീരുമാനമാക്കി നോക്കിയിട്ടുണ്ട്. ഇൻഷാള്ള നല്ല രീതി ഉണ്ടെങ്കിൽ ആ വണ്ടി ഡെലിവറി ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവരും ആ സമയത്ത് ഉണ്ടാക്കുന്ന ഞാനിതേമാതിരി വണ്ടി നോക്കാൻ വേണ്ടി രാമനാട്ട് കാക്കഞ്ചേരി മുതൽ വെസ്റ്റില് അപ്പുറം വരെ പോയ അതില് ഇവിടെ വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി കണ്ടില്ല. വിജിത്തേട്ടൻ പ്രശ്നം കണ്ട ഞാൻ വിളിക്കാന്ന് പിറ്റേന്നുണ്ട്. വിജിത്തേട്ടൻ വിളിക്കുന്നു, ഒരു വണ്ടി വന്നിട്ട് മിഞ്ഞാന്ന് വിളിച്ചു. അപ്പോൾ വന്ന് വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു. അതിപ്പോ ഡെലിവറിക്ക് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നുണ്ട്. ഇതിൽ 2-3 ആൾക്കാർ പാട്ടൊക്കെ പാടുക, നമ്മളൊന്ന് ഹാപ്പി ആക്കുക. പിന്നെ മുന്നേ ഈ വൈകി ചെയ്യുക. അപ്പൊ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ മക്കൾ ആരെങ്കിലും 2 ആള് 2 പാട്ട്, മക്കൾ എന്നല്ല ഇതിൽ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. ആർക്ക് വേണമെങ്കിൽ 2 പാട്ട്, 2-3 പാട്ട് വേണം. പാട് മോളെ പോയിട്ട് നല്ലിട്ടില്ല.
അടിപൊളി, സൂപ്പർ സൂപ്പർ. നിങ്ങളെ ഭാഗത്ത് നിന്ന് ധാരാളം പാടാൻ പോയി. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ചിലപ്പോൾ നാളത്തെ ഏറ്റവും വലിയ ഗായകനായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് പാടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നടക്കണ്ട, നിന്ന് പഠിക്കുള്ളൂ ധൈര്യമായിട്ട്. അങ്ങനല്ല, ഞാൻ പാടുന്ന പാട്ടൊക്കെ മറ്റെന്താ പറയാ, ഞങ്ങളെല്ലാ പാട്ടും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഇവിടെ പാടിയ ശരിയാവില്ല. കല്യാണ പരിപാടിയൊക്കെ പാടില്ല, അങ്ങനത്തെ പാട്ടാണ്. അത് മതി, അതാ വേണ്ടേ, അതാ വേണ്ടേ. അപ്പൊ ആളിനോട് പറയുകയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം, മദ്രസയിലെ പാടിന് ശേഷം ഇതുവരെ ആ പാട്ട് പാടിയില്ല. അപ്പൊ ഈ സ്റ്റേജ് ആകെ തന്നതിന് വളരെ വളരെ നന്ദിയുണ്ടെന്ന ആളിനോട് സ്വകാര്യത്തിൽ പറഞ്ഞു. ഇതിന് വീൽ കപ്പിനൊരു ഓഫർ ഉണ്ട്. അപ്പൊ പാടിയ വീൽ കപ്പ് പേര് തരാം. പെട്ട് പെട്ട് പെട്ട്. പാട്ടിന് വീൽ കപ്പ്, ഡാൻസിന് സീറ്റ് കവർ. يا نبي الثقلين يا منير الكونين منقذ للإنسان من رذيذ المهران يا بدر التمام يا شمس الهنام منده رحمتي ملجاه الأمتي وجب يجبي جلاتي منده رحمتي ملجاه الأمتي وجب يجبي جلاتي تاج البرية نور الهداية ينور لكافتنا أنت سراج لكل الهلايك قرة يحيينا مالك في سواك نفسي جورد हो जा मालिक की सिवा नफसी जवर्द हो जा मंदाह रहमती मलजाहुल उम्मती उजब यजबी जल्लाती मंदाह रहमती मलजाहुल उम्मती उजब यजबी जल्लाती. അപ്പോ ഒരാൾക്ക് കൂടി പാടാൻ അവസരമുണ്ട്. ഈ യൂത്തിൽ നിന്ന് ഒരാൾ പാടിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശം. ഗായകൻ വീണ്ടും ഗ്രൂപ്പ് സോങ്. മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കണ്ണു പിടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കലായിര എന്റെ മോളെ കഷ്ടത്തിലാക്കലായിര അങ്ങനെ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കണ്ണു പിടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കലായിര എന്റെ മോളെ കഷ്ടത്തിലാക്കലായിര കേട്ടോ, വയസ്സായിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.
നീ